ചെറിയൊരു മോട്ടിവേഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ കുറേ കമൻറ്റ്സ് ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ്റെ അകത്ത്. ഞാൻ ജർമ്മൻ 3 ഇയേഴ്സായിട്ട് പഠിക്കുന്നു, 2 ഇയേഴ്സായിട്ട് പഠിക്കുന്നു, ഇപ്പോൾ നിലവിൽ മൂഞ്ചി കുത്തിയിരിക്കുക, ആരും എടുക്കരുത്, അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള കുറേ ടൈപ്പ് ഓഫ് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ കമൻ്റ് ഇടുന്നവരോട് പറയാനുള്ളതും അതുപോലെ ഇത് കാണുന്നവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക, എല്ലാവർക്കും നിങ്ങളുടെ അവസ്ഥയായിരിക്കില്ല. അതിനൊരു എക്സാമ്പിളാണിത് ഇവിടെ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന ഞാൻ. കാരണം ഞാൻ എൻ്റെ +1 +2ൻ്റെ കൂടെ എടുത്ത് പഠിച്ചത്. ഞാൻ വീണ്ടും ഇത് പറഞ്ഞ് തന്നെ റിപ്പീറ്റ് അടിക്കണം, എനിക്ക് തന്നെ മടുത്തു. അതുപോലെ ഇത് കേൾക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കുക, അവർ പറയുന്നത് മാത്രമായിരിക്കില്ല സത്യം. ഒരു 50-50 ചാൻസാണ് ബോത്ത്. ചിലപ്പോൾ നിങ്ങൾ പാസ്സാവാം, ചിലപ്പോൾ നിങ്ങൾ പാസ്സാവില്ല. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്, നിങ്ങൾക്കൊരു എയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ ഏത് അറ്റം വരെയും പോകും. അത് നമ്മൾ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പൈസ ഇല്ലാത്ത പിള്ളേർ എന്താ പറയുക, ഒത്തിരി റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി എല്ലാവരുടെയും മുമ്പിൽ ജീവിച്ച് കാണിച്ച് കൊടുക്കണം എന്നുള്ളൊരു വാശിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെയാണ് ഒരു ലാംഗ്വേജ് പഠിക്കുന്ന കാര്യവും. ഇനിയിപ്പോൾ നമുക്ക് ബുക്ക് എടുത്ത് വെക്കണം ക്ലാസ്സിൽ പോകാൻ വേണ്ടി. ഇന്നൊരു എക്സാം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഇന്നലെ പഠിക്കുകയായിരുന്നു. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ വായിച്ചിട്ടിട്ട് പോയി, കുറച്ച് അതും അറിയാമെന്നുള്ളൂ. ഇപ്പോൾ രാവിലെ തന്നെ ഒരു കൊച്ചിന് മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും മെസ്സേജ്, നമ്മൾ എന്താണ്, ഏത് ഹൗസ് ബിൽഡിംഗ് ആണ് എടുക്കേണ്ടത്, ഏതാണ് ബെറ്റർ എന്നുള്ളൊരു കേസ് ചോദിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാനോ ഏത് ഹൗസ് ബിൽഡിങ്ങാണ് ബെറ്റർ എന്ന്? ഞാൻ സെൽഫായിട്ട് നഴ്സിംഗ് എടുത്ത ഒരാളാണ്. അങ്ങനെ ഒരു ബെറ്റർ ഹൗസ് ബിൽഡിംഗ് എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ അതല്ലേ ചൂസ് ചെയ്യുള്ളൂ. ഇവിടെ IT ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ പല ഫീൽഡുണ്ട്, എനിക്കറിയില്ല എല്ലാത്തിൻ്റെയും ടോപ്പിക്സ് എന്താണ്, എല്ലാവരും എന്താണ് ഫോക്കസ് ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇന്ന ഹൗസ് ബിൽഡിംഗ് എടുക്കുകയെന്ന്? നിങ്ങളുടെ സെൽഫിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് കോഴ്സാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് എന്താണ്, ആ സ്കില്ല് എന്താ പറയുക ഒന്നൊന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന കോഴ്സ് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അങ്ങനെ ഒരു കോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ എന്നാൽ എനിക്കൊന്ന് നഴ്സിംഗ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എന്താണ് അതിൻ്റെ അകത്ത് വരുന്നത്, ആ ഒരു ഫീൽഡ് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം, അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അല്ലാണ്ട് ഞാനൊരു കോഴ്സ് പറഞ്ഞു തന്ന് നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നഴ്സിംഗേ പറയുള്ളൂ, കാരണം എനിക്കതേ അറിയുള്ളൂ, വേറെ എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ ഒരു വ്യക്തി ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരും? അപ്പോൾ നഴ്സിംഗ് എടുത്തു, നിങ്ങളിവിടെ വന്ന് ഇതിന് മൂഞ്ചിക്കുത്തി ഇരുന്നുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുന്നത്. സോ ബെറ്റർ തിങ്ക് ബിഫോർ യു ലേൺ ജർമ്മൻ, നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുള്ളത്. ആഫ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചിന്തിക്കാനും സമയമുണ്ട്, ഓക്കെ ഇത് വേണോ അല്ലെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്യണോ എന്നുള്ളത്. അതിന് മുന്നേ നിങ്ങൾക്കൊരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടു വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര മണ്ടത്തരമാണ് നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നത്. പറഞ്ഞു വന്നൊക്കെ എവിടെയോ വെച്ച് ബ്രേക്കായി. കാരണം ഒന്നുമില്ല, പറഞ്ഞുതരാം. അവിടെ ഫോൺ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നതൊക്കെ ഒരിടയ്ക്ക് വെച്ച് ബ്രേക്കായി. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ ഇടയ്ക്ക് ഒരു കോള് മറന്നു ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കണമെന്നില്ല. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വിട്ടൊരു സാധനം ഇപ്പം ഞാൻ കഴിക്കാറില്ല കേട്ടോ. അപ്പം ഇതിപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് എൻ്റെ പേര് പറയണം, എന്തോ ലൂപ്സ് ആണുള്ളത്, വൂപ്പ് ലൂപ്സോ അങ്ങനെ എന്തോ സാധനം തോന്നുന്നു. ഇതൊന്ന് കഴിക്കാം, എനിക്കിഷ്ടമല്ല ഇങ്ങനെയുള്ള സാധനം. എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം കുഞ്ഞിലേ മുതൽ ഇഷ്ടമുള്ള സാധനം പഠിച്ച് വന്നിട്ട് പ്രായമായപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു പ്രായം എന്ന് വെച്ചാൽ ഒത്തിരി പ്രായം ആയിട്ടില്ല, 21 വയസ്സുള്ളെങ്കിലും ആ ഒരു എന്താ പറയുക റുട്ടീൻ എനിക്ക് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പം. പിന്നെ കാണാൻ പറ്റാം ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ ചേച്ചിക്ക് ഇങ്ങനെ ഇരുന്ന് യൂട്യൂബിൽ പറയാൻ സുഖമാണ്, പക്ഷേ ഇതൊന്നും അല്ല. ആക്ച്വലി എല്ലാവരുടെ ലൈഫിലും ഓരോ സ്ട്രഗിൾസ് ഉണ്ട്, അതൊന്നും ആരും ആരുടെ അടുത്ത് ഷെയർ ചെയ്യാറില്ല എന്നേ ഉള്ളൂ. ദിസ് ഇസ് സെക്കൻഡ് ഡേ ആൻഡ് ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പോയി എന്നല്ലാണ്ട് എനിക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങി, അങ്ങനെ സിനിമ കണ്ടു, അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്തു. തലവേദന അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. രാവിലെ നമുക്ക് കഴിക്കാൻ ബിരിയാണി അല്ല, ഹനീദ് എന്ന് പറയും. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടുണ്ടാക്കിയതപ്പം 3-4 പ്രാവശ്യമായി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നു. എനിക്കിഷ്ടമാണ് കേട്ടോ. മുട്ട ഞാൻ ചുമ്മാ പുഴുങ്ങിയതായിരുന്നു, അപ്പോൾ പിന്നെ ഹനീദിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റി വെച്ചാൽ. അപ്പോൾ രാവിലെ എനിക്ക് ഹനീദാണ് കഴിക്കാൻ.
യോ കുരുമുളക് പൊടി കുറച്ച് കുറവായിരുന്നു, അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, മാത്രമേ ഉള്ളൂ കുഴപ്പം. അപ്പോൾ ഇത് കഴിച്ച് ആവട്ടേട്ടോ റെഡി ആവട്ടെ. ഞാൻ പീരിയഡ്സ് ആയതുകൊണ്ട് പാടൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണെങ്കിൽ മറന്നു. ഇപ്പോൾ ആൾക്കാർ പറയും ഫുഡ് കഴിക്കുന്നിടത്താണോ പാട്. ഇത് ശരിക്കും എൻ്റെ സ്റ്റഡി ടേബിളാണ്, എനിക്ക് വേറെ സ്ഥലമില്ല ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ, അതുകൊണ്ട് ഞാൻ വന്നിരുന്ന് കഴിക്കുന്ന. പാട് വയ്ക്കുന്നതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം അത് ആ സൈഡിലിരിക്കുന്നത്, നമ്മൾ ചോറിൻ്റെ അത്രയല്ല വയ്ക്കുന്നത്. ആരെങ്കിലും പറഞ്ഞാൽ ഓക്കെ കൊള്ളാം. ഞാൻ കഴിച്ചിട്ട് ഓടിപ്പോട്ടെ. ഇന്ന് നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് കണ്ണെഴുതി അതുപോലെ തന്നെ പിരിക്കൊന്ന് എഴുതി വെച്ചിട്ടേ ഉള്ളൂ, കാരണം ടൈമില്ല. എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോൾ എൻ്റെ സമയങ്ങളൊക്കെ എവിടേക്കോ പോയി പോകുന്നു. സോ ഡ്രസ്സ് ഇടണം. ഈ ഡ്രസ്സല്ല, കാരണം ഞാൻ വാക്സും ചെയ്തിട്ടില്ല. സോ ഇനി നമ്മളൊരു ലിപ്പ് ഓയിൽ ഇടും. എൻ്റെ ഫേവറേറ്റ് ആട്ടോ. തീർന്നു, കാണുമ്പോൾ നിങ്ങൾക്കറിയാം തീർന്നു. ഈ അടിയിലൊരു ഇച്ചിരി കിടക്കുന്നുള്ളൂ. ഇനി കൊള്ളാം, നല്ല. അപ്പം അത്രേ ഉള്ളൂ കാര്യങ്ങൾ, കഴിഞ്ഞു. നെയ്മില്ല. സോ 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 സ്വാറ്റ് എന്ന് വേണേൽ നമുക്ക് പറയാം, കാരണം നെയ്മില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല ക്ലാസ്സിൽ നിന്നിരിക്കാൻ. ആൻഡ് സ്പ്രേ മറക്കരുത്, ലിപ് ഓയിൽ. സ്പ്രേ അല്ല കേട്ടോ, ബോഡി മിസ്റ്റ് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഹെയറിലൊക്കെ അടിക്കുക. തണുപ്പ് തണുപ്പ്. അപ്പോൾ നമുക്ക് ബാക്കി കണ്ടിന്യൂഷൻ കാണാം. പിന്നെ എനിക്ക് സ്കൂളുണ്ട്, പക്ഷെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. കാരണം വേറൊന്നുമില്ല, എനിക്ക് ഭയങ്കര വയറുവേദനയും ഭയങ്കര നടുവേദനയും. അങ്ങനെ ലൈക്ക് പീരീഡ്സ് ആകുമ്പോൾ എല്ലാവർക്കും നോർമലി ഉള്ളതാണ്, പക്ഷേ എനിക്ക് ഈ മാസം ഉള്ളതുകൊണ്ട് അടുത്ത മാസം എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. അതിൻ്റെ പിന്നത്തെ മാസം എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ടാവും. ഇന്നലെ ഫസ്റ്റ് ഡേ ആയിട്ട് പോലും എനിക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റാത്ത അത്രയും നടുവേദനയും വയറുവേദനയായിരുന്നു. ആൻഡ് ഞാൻ വിചാരിച്ചു നോക്കി ഇന്ന് ലീവ് എടുക്കുന്നത്. രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഒട്ടും വയ്യ. ഇപ്പോൾ കുറച്ചൊന്ന് നോർമലായിട്ട് വരുന്നുണ്ട്. സാധാ എല്ലാ സ്കൂളിലും പോകാൻ മടിയുള്ള പിള്ളേരെ പോലെ തന്നെ സ്കൂളിൻ്റെ സമയം പോകേണ്ട സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ നോർമലാകുന്ന പോലെ ആയിരിക്കാം. അതൊന്നോ. അപ്പോൾ ഇപ്പം ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല, എനിക്ക് ഒന്നിനും പറ്റില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എന്നെ കണ്ടാൽ പറയാമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സാധാ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുമ്പോഴല്ല ഇരിക്കുന്നത്. മേ ബി ഞാൻ ഇന്നലെ കുളിച്ചു, അതുകൊണ്ടാവാം. നോട്ട് ദ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല, ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ഇന്നപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാളെ എനിക്കൊരു എക്സാം ഉണ്ട്, അതിന് പഠിക്കണം. എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റിൻ്റെ എക്സാമാണ് പൊളിറ്റിക്സും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ പൊളിറ്റിക്സ് ഇനി പഠിക്കണം. പൊളിറ്റിക്സ് അല്ല, നമുക്ക് ലൈക്ക് ഇപ്പോൾ ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ബേസ് ചെയ്തിട്ട് നമുക്ക് പൊളിറ്റിക്സ് പഠിക്കാനുണ്ട്. ലൈക്ക് ക്രാങ്കൻ കാസ് അല്ലെങ്കിൽ ബ്ലാ 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 അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ പൊളിറ്റിക്സിൻ്റെ അകത്ത് ഞങ്ങൾക്ക് വരുന്നത്. അതുപോലെ എന്താ പറയുക, പച്ചൻ പെർഫ്യൂമിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ പൊളിറ്റിക്സിൻ്റെ അകത്ത് അവർ പഠിപ്പിക്കുന്നത്. പൊളിറ്റിക്സും അതുപോലെ വേറൊരു ടീച്ചറോട് മിക്സ് അടിച്ചാൽ പഠിപ്പിക്കുന്നതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെ എക്സാം നാളെ. അതാണെങ്കിൽ എനിക്കൊരു കിണ്ടി അറിയാനും പാടില്ല, കാരണം ഞാൻ നമ്മുടെ ടോപ്പിക് അല്ലല്ലോ, കാരണം നമുക്ക് ഒന്നും നാട്ടിലില്ല. സോ അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ അതല്ലാണ്ട് വേറെ പച്ചിൻ പെർഫ്യൂമൊന്നും എനിക്കറിയത്തില്ല നാട്ടിലുണ്ടോ. പച്ചിൻ പെർഫ്യൂം ഇതൊക്കെ ഉണ്ടോയെന്ന് ഞാൻ പഠിക്കാൻ നേരത്ത് പറയാം, എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അതൊന്ന്. പിന്നെ അടുത്ത ആഴ്ച എനിക്ക് എന്താണ് ചൊവ്വാഴ്ച ഒരു എക്സാം ഉണ്ട്, അതുപോലെ 18-ാം തീയതി ഒരു എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് 20-ാം തീയതി ഒരു എക്സാം ഉണ്ട്. 3 എക്സാം. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ട്, അതുപോലെ വേറൊരു പ്രസൻറ്റേഷനും ചെയ്യാനുണ്ട്. ഹെക്റ്റിക്കായിട്ടുള്ള ടൈമാണ് ഗൈസ് ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് കൂടാണ്ട് എനിക്ക് പേഴ്സണലി കുറച്ച് വർക്ക് ഉണ്ട്, ഈ പിള്ളേരുടെ ഉണ്ട്, ഇതിൻ്റെയൊക്കെ ആയിട്ട് കുറേ പേഴ്സണൽ വർക്കുണ്ട്. ഹെക്റ്റിക്കായിട്ടുള്ള ടൈം എന്ന് വെച്ചാൽ ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള ടൈമിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയാണ് ലൈഫ് എന്നുള്ളത് അഡ്ജസ്റ്റ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് റിലാക്സേഷൻ വേണം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എൻ്റെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഒരു അവലോകനം തരാം. ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ ആണല്ലോ, ഇപ്പോൾ 1 മാസം കഴിയുമ്പോഴത്തേക്കും തേർഡ് ഇയറിലേക്ക് ആകും. ആൻഡ് ഞാൻ ഇന്നലെ ഇരുന്ന് നോക്കുമായിരുന്നു എവിടെയൊക്കെ വെക്കേഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ പ്ലാനിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായൊരു കേസ്, ഒരു 10 months കൂടി ഇങ്ങനെ പോകും. 10 months എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും ഇനി. അതാണ് എനിക്ക് ടെൻഷൻ. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മാർച്ച്
ഫസ്റ്റ് മാർച്ച് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ലാസ്റ്റ് വരെയാണ് ഇനി ക്ലാസ് ഉള്ളൂ. വിച്ച് മീൻസ് ജനുവരിയിൽ ക്ലാസ് തുടങ്ങിയ ജനുവരി ഫെബ്രുവരി ആ 2 മാസം ക്ലാസ് ഉണ്ടാവും. അതിന് മുന്നേ ഒരു 8 ആഴ്ച ക്ലാസ് ഉണ്ട്, പിന്നെ ഒരു 3 ആഴ്ച ക്ലാസ് ഉണ്ട് തേർഡ് ഇയറിൽ. ആ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വർക്ക് വെക്കേഷനൊക്കെ അങ്ങനെ മിക്സ് ആണ് കേട്ടോ. അപ്പം അതിന് ഫെബ്രുവരി ക്ലാസ് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വർക്കിന് പോകണം, പിന്നെ ജനറൽ പ്രോബയായി. അതുപോലെ തന്നെ ഒരു ഇൻ്റർവിസ്റ്റ് ഉണ്ട്. ആ ടൈമിൽ നമുക്ക് യൂബിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും, എക്സാമിൻ്റെ അതും ഇതും കഴിഞ്ഞു. എത്ര വേഗം സെക്കൻഡ് ഇയർ പോയെന്ന് എനിക്കിപ്പോൾ ഒരു പിടിയില്ല. കഴിഞ്ഞു കേട്ടോ. കണ്ണടിച്ച് തുറന്നപ്പോഴത്തേക്കും സെക്കൻഡ് ഇയർ കഴിഞ്ഞു. ഇനിയിപ്പോൾ തേർഡ് ഇയർ ആവും. തേർഡ് ഇയർ കഴിയും, നേഴ്സാവും. മേ ബി നോട്ട്, നേഴ്സ് ആവാം. അല്ല ഇപ്പം ഞങ്ങൾക്ക് ഫ്ലീഗി അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പറഞ്ഞില്ലെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇത്രയും നാൾ ഐ ഡോണ്ട് നോ എല്ലാ സ്കൂളിലും ഇങ്ങനെയാണോ അല്ലെങ്കിൽ എല്ലാ ഹൗസ് ബിൽഡും ഇതിലും ഇങ്ങനെയാണോ എന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെയായിരുന്നു. നമുക്ക് ഈ 3 വർഷം നമ്മൾ നഴ്സിംഗ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഡിപ്ലോമ കോഴ്സാണ് എന്നുണ്ടെങ്കിൽ പോലും 3 വർഷം നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 3-ാം വർഷം നമുക്ക് ഫസ്റ്റ് നമ്മളൊരു എക്സാം എഴുതുമല്ലോ. 3 ഷ്രിഫ്ലിഷ് എക്സാം, മ്യൂണിലിഷ് പ്രാക്ടീഷണർ നമ്മൾ എക്സാം എഴുതും. ഇതിലേതെങ്കിലും ഒന്ന് പൊട്ടിയാൽ നമുക്കത് പിന്നീട് എഴുതിയെടുക്കാനുള്ള വകുപ്പുണ്ട്. ഒറ്റ പ്രാവശ്യം കണ്ടാണ് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ആ പ്രാവശ്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫെയിലായി. നമ്മൾ ഈ 3 കൊല്ലം പഠിച്ചത് വെറുതെ ആയി. നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, നമുക്കൊരു ഇതുണ്ടാവില്ല. നമുക്ക് ഒന്നിലും വർക്ക് ചെയ്യാനായിട്ട് കയറാൻ പറ്റില്ല. ഒരു അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് ഒന്നും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കയറാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല നിങ്ങളുടെ എല്ലാവരുടെ സ്കൂളിൽ ഇങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. സോ നോട്ട് ദ പോയിന്റ് കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്കെന്ന് വെച്ചാൽ എനിക്കതിൽ വീടൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അങ്ങനെ വലിയ പാടില്ല ഇപ്പോൾ പഠിക്കാനായിട്ട്. പക്ഷേ ക്ലാസ്സിൽ ഏജ് കൂടിയ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സ് എന്ന ഏജ് കൂടിയ കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഏജിൻ്റെ ഒരു ഇത് വെച്ചിട്ടും അതുപോലെ എക്സാമിൻ്റെ ഒരു പേടി കൊണ്ടൊക്കെ അവർക്ക് പേടിയാണ്. കാരണം 3 കൊല്ലം വെറുതെ പഠിച്ചതായി പോവില്ലേ എന്നുള്ള രീതിയിൽ അവർക്ക് പേടിയായിരുന്നു. നോർമലായിട്ട് എല്ലാവർക്കും വരാം, മേ ബി എല്ലാവർക്കും വരാം. അപ്പോൾ ആ ഒരു പേടി കാരണം ഇവർ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞങ്ങളുടെ ഹെഡ് മിസ്സസ് ഉണ്ട്, പുള്ളിക്കാരി പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഒരു ദിവസം ക്ലാസ് വന്നപ്പോൾ എനിക്കിന്നൊരു കോളുണ്ട്. അപ്പം എന്തിൻ്റെ പേരിലാണെന്ന് അന്നേരം പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് ക്ലാസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് ഫ്രീ ആയിട്ട് നടന്നോ എന്നുള്ള രീതി പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയി. പുള്ളിക്കാരി കയറി വന്നപ്പോഴേക്കും ഭയങ്കര ഹാപ്പി. പുള്ളിക്കാരി പറഞ്ഞത്, പുള്ളിക്കാരിയുടെ കോള് ഞങ്ങൾ നീഡർ സാക്സൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റിൽ എന്തോ ഈ ഹൗസ് ബിൽഡിംഗ് സംതിങ് എന്തോ ആയിട്ടുള്ള ആൾക്കാരായിട്ടായിരുന്നു കോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെന്തിനായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 3 വർഷം വെറുതെ പഠിച്ച് ഒരു എക്സാം പാസ്സായില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവാണ്. അപ്പം അങ്ങനെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് പോലും നമുക്ക് വർക്ക് ചെയ്യാൻ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മണ്ടത്തരം അല്ലെങ്കിൽ ഭയങ്കര പൊട്ടത്തരമായിട്ടുള്ളൊരു ഇതാണ്, ഒരു ലോ ആണ്. സോ ഈ പിള്ളേർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഈ പിള്ളേർ തേർഡ് ഇയറിൽ ഏതെങ്കിലും ഒരു എക്സാമാണ് പാസ്സാകത്തുള്ളൂ എന്നുണ്ടെങ്കിലും ഇവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. കാരണം ഒരു അസിസ്റ്റൻറ്റ് നഴ്സിനേക്കാൾ കൂടുതൽ ഇവർ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഇവർക്ക് അങ്ങനെ പോലും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല? കാരണം അസിസ്റ്റൻറ്റ് നഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒത്തിരി മെഡിക്കലി കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല, കുറേ വാഷിങ്ങും അതും ഇതും മാത്രമാണുള്ളൂ എന്നുള്ളൊരു രീതി എല്ലാവർക്കും അറിയാം. മറ്റ് നേഴ്സുമാർ ചെയ്യുമ്പോൾ ഒത്തിരി ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാണ്. അപ്പോൾ എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളൊരു നോർമൽ ക്വസ്റ്റ്യൻ. ഏതൊരു മണ്ടനും ഒരു വർഷം പോയി ഫ്ലിഗി ഹൈമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന കേസാണ് ഈ പണിയുള്ളൂ. ആ പണി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇതല്ലല്ലോ. ടീച്ചർ അങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തി. ഞങ്ങളുടെ സ്കൂളിൽ കേട്ടോ, ഐ തിങ്ക് നിയർ സാക്സൺ എല്ലാം കംപ്ലീറ്റ് ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല വേറെ സ്റ്റേറ്റിൽ എങ്ങനെയാണ്. നമുക്ക് സ്വിഷൻ പ്രൂഫും ഉണ്ട്. സ്വിഷൻ പ്രൂഫും നമ്മൾ പാസ്സായാൽ നമുക്ക് ഫ്ലീഗി അസിസ്റ്റൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ഓഗസ്റ്റിൽ. കാരണം ഞാൻ ഓൾറെഡി സ്വിഷൻ പ്രൂഫിങ് പാസ്സായി. എനിക്ക് പ്രാക്ടീഷും ഇംഗ്ലീഷും മാർക്ക് കിട്ടി. അതുപോലെ ഷ്രിഫ്ലിഷ് കിട്ടിയിട്ടില്ല. പക്ഷേ ഷ്രിഫ്ലിഷ് ഫെയിൽ ആവാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. കുറഞ്ഞതൊരു 4 എങ്കിലും കിട്ടി പാസ്സാവും, അല്ലെങ്കിൽ 4 എങ്കിലും കിട്ടി പാസ്സാവും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. എല്ലാവരും തന്നെ അത്യാവശ്യം പാസ്സായി എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞത്. മാർക്കൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല. കാരണം എന്നാലും ജയിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. എല്ലാം കംപ്ലീറ്റ് ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും നോക്കുന്ന ടീച്ചറിൻ്റെ പേരിൽ മാർക്ക് കുറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അയൻസ് കിട്ടില്ല, സ്വയോ ദ്രയോ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞു പോയാൽ ഫിയർ കിട്ടും.
അത് എനിക്ക് ഉറപ്പാണ്. അപ്പം എന്താണല്ലോ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം എനിക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഇയറിൽ ക്വിറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാം. സെക്കൻഡ് ഇയറിൽ ക്വിറ്റ് ചെയ്തിട്ട് എനിക്ക് എവിടെയെങ്കിലും പോയി ഫ്ലീഗ് അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്. പക്ഷെ ഞാനത് നോക്കുന്നില്ല. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് അവിടെ നിന്നോട്ടെ. എനിക്ക് വേണമെങ്കിൽ ഇൻ കേസ് ഞാൻ തേർഡ് ഇയറിൽ എൻ്റെ എക്സാം ഞാൻ ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ലല്ലോ, എനിക്ക് ഫ്ലീഗ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ആ ഒരു ഓപ്ഷനിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ക്വിറ്റ് ചെയ്യണം, എനിക്കിനി ഈ തലവേദന എടുക്കാൻ പറ്റില്ല, ഇത്രയും പഠിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് ജോലിക്ക് കയറിയാൽ മതി എന്നാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഇയർ ക്വിറ്റ് ചെയ്തിട്ട് ഫ്ലീഗ് അസിസ്റ്റൻസിന് ജോലിക്ക് കയറാം. പക്ഷേ പിന്നെ ഒരു സാഹചര്യത്തിൽ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് ഞാൻ ആലോചിക്കുക എനിക്ക് തുടർന്ന് ബാക്കി തേർഡ് ഇയറോടെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തേർഡ് ഇയർ മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഇയർ മുതൽ ഞാൻ പഠിക്കണം. ഫസ്റ്റ് ഇയർ വാലിഡിറ്റി മാത്രമാണ് ഈ ഫ്ലീഗ് അസിസ്റ്റൻസിനുള്ളൂ. സെക്കൻഡ് ഇയർ മുതൽ ഞാൻ പിന്നെ കണ്ടിന്യൂസ് പഠിക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ തീരുമാനം. ആൻഡ് എക്സാമിൻ്റെ കേസ് എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെ ആയിരിക്കില്ല. ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടു ഇവർക്ക് ആർക്കും മറ്റേ ഷ്വേപുങ്ക്റ്റ് കൊടുക്കില്ല എന്നുള്ളത്. ഞങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നീഡർ സാക്സണിലായിരിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിലായിരിക്കും, എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് ഷ്വേപുങ്ക്റ്റ് തരും. സ്പെഷ്യൽ പ്രൂഫിങ്ങിനാണെങ്കിലും അബ്സലൂട്ട് പ്രൂഫിങ്ങിനാണെങ്കിൽ നമുക്ക് ഷ്വേപുങ്ക്റ്റ് തരും. ഷ്വേപുങ്ക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ചാപ്റ്റർ പഠിച്ചാൽ മതി. മറ്റേ നമുക്ക് ഈ കോവിഡ് ടൈമിലൊക്കെ ഒരു ഇളവുണ്ടായിരുന്നില്ലേ, കംപ്ലീറ്റ് നമുക്കറിയില്ല, നമുക്ക് നാട്ടിലാണെങ്കിൽ നമുക്കറിയില്ല എന്തായിരിക്കും എക്സാമിന് വരാന്നുള്ളത്. ടീച്ചേഴ്സ് വേണമെങ്കിൽ ചിലപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ട്, ഇത് വരാൻ ചാൻസ് ഉണ്ട് പറയുകയല്ലാണ്ട് കംപ്ലീറ്റ് നമുക്കറിയില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ടീച്ചേഴ്സ് അല്ലല്ലോ ആ ഒരു ഇതിൽ. പക്ഷേ നമുക്ക് ഫോക്കസ് സംതിങ് എന്തോ ഒരു ഇതുണ്ടായിരുന്നല്ലോ. ആ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ നിന്ന് മാത്രമാണ് വരുള്ളൂ, ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു ഇതുണ്ട്. അതുപോലെ ഹൗസ് ബിൽഡിംഗ് നഴ്സിങ്ങിന് അബ്സലൂട്ട് പ്രൂഫിങ്ങിൻ്റെ ടൈമിലും സ്പെഷ്യൽ പ്രൂഫിനെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു വീഡിയോ പോയി കാണുക. അബ്സലൂട്ട് പ്രൂഫിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഷ്വേപുങ്ക്റ്റ് തരും. ഷ്വേപുങ്ക്റ്റ് എന്ന് പറയുമ്പോൾ ഷ്രിഫ്ലിഷ് ടൈല് നമുക്ക് 3 എക്സാമാണ് ഷ്രിഫ്ലിഷിക്ക് എഴുതാനുള്ളത്. ആ 3-ന് വേണ്ടിയിട്ട് 50 പോയിൻറ്റ്സ് ആണുള്ളത്. 50 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ പോയിൻറ്റ്സ് അല്ല. കാരണം ഫെഡോങ് സിസ്റ്റം എന്ന് പറയാം, ഫെഡോങ്സ് ഓർഗാന അല്ലെങ്കിൽ ഫെഡോങ് സിസ്റ്റം, അത് കംപ്ലീറ്റ് പഠിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ മുതൽ അങ്ങ് താഴെ വരെ പഠിക്കണം. അത് ചെറിയ കാര്യമല്ല, അത് ഒത്തിരി ഉണ്ട്. അതുപോലെ ഡേബിറ്റ്സ് പഠിക്കാൻ പറയുകയാണെങ്കിൽ അത് തന്നെ ഉണ്ട്. ടിപ്പൈൻസ് എന്താണെന്ന്, ടിപ്സ് ഐ എന്താണെന്നോ, അതെന്ത് ചെയ്യുന്നു, അങ്ങനെ കുറേ പഠിക്കാനുണ്ട്. അതുപോലെ എല്ലാം അങ്ങനെ 50 പോയിന്റ് തരാമെന്ന് പറയുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഉണ്ട്. അതിലേതെങ്കിലും ഒരു 3-4 ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുള്ളൂ. അതാണ് വരുന്നത്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് എക്സാം നമ്മൾ പാസ്സായില്ല, ഫസ്റ്റ് ഷ്രിഫ്ലിഷയിൽ ഇതിലൊരെണ്ണം നമ്മൾ പാസ്സായില്ലെങ്കിൽ പിന്നെ നമ്മളത് എഴുതുമ്പോൾ നമുക്ക് ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ അല്ല കിട്ടുന്നത്. പക്ഷേ ഷ്വേപുങ്ക്റ്റ് മാറില്ല. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഷ്വേപുങ്ക്റ്റ് എടുത്തിട്ട് ടീച്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് എന്തോ ബുണ്ടസ് സംതിങ് എന്തിനൊക്കെ ബുണ്ടസ് മിനിസ്ട്രി അങ്ങനെ എന്തോ പറഞ്ഞേ തോന്നുന്നു, എനിക്ക് ഓർക്കുന്നില്ല, അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. ഈ എഡ്യൂക്കേഷണൽ എന്തോ വലിയ എഡ്യൂക്കേഷൻ്റെ വലിയൊരാളുണ്ട് കൊമ്പത്ത്, പുള്ളിക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും. ആൻഡ് അവർ ഡിസ്കസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. സോ ടീച്ചേഴ്സിനും അറിയില്ലായിരിക്കും കറക്റ്റ് ഏത് പോയിന്റ്സാണ് വരാമെന്നുള്ളത്. നമ്മൾ കൊടുത്തിരിക്കുന്നത് ടീച്ചേഴ്സ് കൊടുത്തിരിക്കുന്ന ഷ്വേപുങ്ക്റ്റിൻ്റെ അകത്ത് ഏതെങ്കിലും ആയിരിക്കാം ചോദിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻസ് വെളിയിൽ നിന്നുമാണ്, അപ്പോൾ ടീച്ചേഴ്സും അല്ല ഇടുന്നത്. എനിവേ നോക്കാം. അപ്പം ഞാൻ ഇപ്പോൾ പോട്ടെ, കാരണം ഞാൻ അടപ്പത്ത് പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഞാൻ ഹനീത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതന്നെ. അതുകൊണ്ട് അത് കഴിക്കട്ടെ, എന്നിട്ട് നോക്കാം. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ സിനിമ കാണണം. നെറ്റ്ഫ്ലിക്സ് ചാർജ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഇരിക്കും കുറച്ച് നേരം. ഇതെൻ്റെ വെള്ളം കുപ്പി. ഭയങ്കര വയറുവേദനയാണ് കേസ്. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ ചേഞ്ച് ആയിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് കംപ്ലീറ്റ് ഇനി സിനിമയും അതും ഇത് കാണാനുള്ള പ്ലാനിലാണ്. ഭയങ്കര നടുവേദന എടുക്കുന്നുണ്ട് വയറിന്. ഞാൻ സ്കൂളിൽ വിളിച്ചില്ല, സ്കൂളിൽ വിളിച്ച് പറഞ്ഞിട്ട് കേട്ടോ, സ്കൂളിൽ വിളിച്ച് പറഞ്ഞു കേസ്. ഒന്ന് ആലോചിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ കോളേജിൽ സിറ്റുവേഷൻ ഒന്നും എങ്ങനെയാണ്. +2 വരെ സ്കൂളിൽ പോയില്ലെങ്കിൽ പോയില്ല, അറ്റൻഡൻസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഒത്തിരി നാൾ പോയില്ല എന്നുണ്ടെങ്കിലും എന്നാലും അത്യാവശ്യം നാളൊക്കെ നമുക്ക് ലീവ് എടുക്കാമായിരുന്നു കേട്ടോ. ഞാനൊക്കെ ലീവ് എടുക്കുമായിരുന്നു. ഞാൻ അങ്ങനെ എപ്പോഴും സ്കൂളിൽ പോകുന്നൊരു വ്യക്തിയല്ലായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സ്കൂളിൽ പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആദ്യം വിളിച്ചു പറയണം. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് വിളിച്ചു പറയണം. അത് കഴിഞ്ഞ് പോസിബിൾ ആണെങ്കിൽ ഡോക്ടറെ കണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ട് ക്രങ്മൽഡുങ്ങൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ലീവ് എടുക്കുന്നു, പീരിയഡ്സിൻ്റെ പെയിൻ ആയതുകൊണ്ട് ഓക്കെ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ നാളെ പോകുമ്പോൾ ഒരു സെറ്റിൽ എഴുതി കൊടുക്കണം. മറ്റേ നാട്ടിലൊന്നും ലീവ് ലെറ്റർ പോലും മര്യാദയ്ക്ക് എഴുതി കൊടുക്കില്ലായിരുന്നു. +1 +2 ആയപ്പോഴത്തേക്കും 10 വരെ പിന്നെ തട്ടിമുട്ടിക്ക് പോകുമായിരുന്നതേ ഉള്ളൂ. ലൈഫ് അതൊക്കെയായിരുന്നു ലൈഫ്. ഇപ്പം എന്ത് ലൈഫ് മൊത്തത്തിൽ പോയി. ഞാൻ നെറ്റ്ഫ്ലിക്സ് കാണട്ടെ. അതുപോലെ പടങ്ങളുണ്ട് ഗൈസ്, നോക്കട്ടെ.
ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊന്ന് പറയാം. നമുക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ എനിക്ക് സെക്കൻഡ് ഡേ ആണ്. ഏത് നേരവും നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. ടോയ്ലറ്റിൽ പോകാന്ന് പറഞ്ഞാൽ നമുക്കെന്തോ വയറിന് ഇഷ്യൂ ഉള്ള പോലെ ഏത് നേരം ഞാൻ ഒന്ന് രാവിലെ ടോയ്ലറ്റിൽ പോയി, നോർമലായിട്ട് എല്ലാവരും ടോയ്ലറ്റിൽ പോകുമ്പോൾ. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വയറുവേദന. അന്നേരം പിന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയുള്ളൊരു ഇത് വരെ എൻ്റെ ബ്രെയിൻ എനിക്ക് പറയാം, ലിസ്ന ടോയ്ലറ്റിൽ പോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പിന്നെയും ടോയ്ലറ്റിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കിടന്നപ്പോൾ 1 മണിക്കൂർ പോലും ആയിട്ടില്ല. ബ്രെയിൻ പിന്നെയും ലിസ്ന ടോയ്ലറ്റിൽ പോ. ഞാൻ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയാം കേട്ടോ, കമൻറ്റിൽ പറഞ്ഞാൽ മതി, അറിയാവുന്ന ആർക്കെങ്കിലും. കാരണം എനിക്കറിയില്ല ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. എപ്പോഴും അതെ, എനിക്ക് പറ്റില്ല. ആ വീഡിയോ ഞാൻ എത്രയോ ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണെന്ന് അറിയാം. ഞാനത് ഇന്നാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വെക്കുന്നത്. ലൈഫിൽ ഭയങ്കര ബിസി ആയിപ്പോയി, എന്ത് ചെയ്യാം, അതുകൊണ്ടൊന്നും സമയം കിട്ടുന്നില്ല. വെറുതെ പറഞ്ഞാൽ കേട്ടോ, മടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്താണല്ലോ അതിനകത്തൊരു ബൈ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ നമുക്കൊരു വീഡിയോ എൻഡ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കിടക്കാൻ വേണ്ടപ്പോൾ പോവാം കേട്ടോ. അപ്പോൾ എനിവേ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. പക്ഷേ എന്താ പറയുക, കുറേ ലൈക്ക് ചേച്ചി ഈ ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിങ് അല്ലെങ്കിൽ ചേച്ചി ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി പറയാം, അങ്ങനെ കുറേ ഉണ്ടാകും. ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന ടോപ്പിക്സാണ് ഞാൻ പിന്നെയും ചെയ്യും. എനിക്ക് ഇവിടുത്തെ എല്ലാ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയൊന്നും അറിയത്തില്ല. നിങ്ങളും ഗൂഗിളിൽ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ്.ഡിയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് മാത്രമാണ് എനിക്ക് കിട്ടുള്ളൂ. പേഴ്സണലി പരിചയമില്ല എനിക്ക് ആരെയും. ഞാൻ അങ്ങനെ ടോക്കറ്റീവോ കാര്യങ്ങളൊന്നും അല്ല നേരിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പോയി ഒരാളുടെ അടുത്ത് ചോദിച്ച് അങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ അറിയാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തേക്കാം. ഓർ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലോ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ എനിവേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.